ഷാരോൺ കേസ് പോലെ തന്നെയായിരുന്നു ഇന്ന് കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കേസിലും വിധിക്കായി വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആ കുടുംബം കാത്തിരുന്നത്. പക്ഷേ പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം ശിക്ഷ മാത്രമാണ് ലഭിച്ചത്. കൊൽക്കത്ത സിയാൽദ കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത്. മമതാ സർക്കാരിനെതിരെ ഘട്ടത്തിൽ രൂക്ഷമായ വിമർശനം കോടതി ഉന്നയിച്ചു. പെൺകുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചു. സ്വാതി സന്തോഷ് നൽകും സമഗ്രമായ റിപ്പോർട്ട്. കാവ്യ, കൊൽക്കത്തയിൽ PG ട്രെയിനി ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ഇന്ന് വിധി വന്നിട്ടുള്ളത്. മുഖ്യപ്രതിയായിട്ടുള്ള സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തമാണ് കൊൽക്കത്ത സിയാൽദ കോടതി വിധിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിനെതിരെ വലിയ ആക്ഷേപമാണ് ഇപ്പോൾ ശക്തമാവുന്നത്. പ്രത്യേകിച്ചും ഈ കേസിൽ ഒരാൾ മാത്രമല്ല പ്രതി എന്നുള്ള ആരോപണം നിരന്തരമായി കുടുംബം ഉന്നയിച്ചിരുന്നു. അതിനെയൊക്കെ സാധൂകരിക്കുന്ന തരത്തിൽ വധശിക്ഷ പ്രതീക്ഷിച്ചെങ്കിലും ജീവപര്യന്തമായി കുറച്ചതിൽ വലിയ ആക്ഷേപമാണ് ഉയരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ മുഖ്യപ്രതിക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിൽ CBI പരാജയപ്പെട്ടു എന്ന ആക്ഷേപം തന്നെയാണ് ശക്തമാവുന്നത്. ഇത് നേരത്തെ കൊൽക്കത്ത പോലീസ് ആയിരുന്നു അന്വേഷിച്ചിരുന്നത്. അതിൽ അഭാവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ വലിയ അട്ടിമറികൾ നടന്നു, പ്രതികളെ സംരക്ഷിക്കാനടക്കം നീക്കം ഉണ്ടായി എന്നുള്ള ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് അത് CBIക്ക് കൈമാറിയത്. എന്നാൽ CBIയും ഈ വിഷയത്തിൽ വലിയ അലംഭാവം കാണിച്ചു എന്നുള്ള ആരോപണം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത്. ഇന്ന് ശിക്ഷ വിധിച്ചപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ച മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. സർക്കാർ, അതായത് പശ്ചിമ ബംഗാൾ സർക്കാർ ഈ ഇരയാക്കപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് 75 ലക്ഷം രൂപ നൽകണം എന്നുള്ളത് കൂടി കോടതി സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് എന്ന് CBI വാദിച്ചപ്പോൾ ആ വാദത്തെ തള്ളിക്കൊണ്ടാണ് കോടതി രംഗത്ത് വന്നത്. അത്തരത്തിൽ ഈ കേസിനെ കാണാൻ കഴിയില്ല എന്നും കോടതി സൂചിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല ഈ കുടുംബം ഈ വിഷയത്തിൽ, അതായത് ഈ 75 ലക്ഷം രൂപയല്ല തങ്ങൾക്ക് വേണ്ടത്, പകരം നീതിയാണ് ലഭിക്കേണ്ടത് എന്ന് കുടുംബം അടക്കം പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഈ വിഷയത്തിൽ ആരോപണം ശക്തമാവുന്നുണ്ട്. CBIക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഈ കാര്യത്തിൽ കാണിച്ചിട്ട് അലംഭാവമാണ് ഈ വിധി ഇങ്ങനെ വന്നത് എന്നുള്ള ആക്ഷേപം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത്. അതോടൊപ്പം CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു. തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെ നടത്തുകയും ഒരാൾ മാത്രമാണ് പ്രതി എന്ന് വരുത്തി തീർക്കുകയും ചെയ്തു. എന്നാൽ അത്തരത്തിൽ അല്ല എന്നും ഈ വിധിയിൽ തനിക്ക് നിരാശയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് സൂചിപ്പിച്ചത്. I think it's a very strange and unsatisfactory judgment to how a man in a public place like a hospital, an open restroom, can rape and murder a doctor without anybody else knowing about it. Now, the CBI's investigation, unfortunately and regrettably, and I could say condemnably, accepted the logic of the state government that this was an individual only, and therefore the investigation itself is flawed. So undoubtedly the judgment itself will be flawed. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 9 ഈ ഡ്യൂട്ടിയിലിരിക്കെ ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെടുന്നത്. അതിനുശേഷം രാജ്യവ്യാപകമായ പ്രതിഷേധം ഉണ്ടാവുകയും ഡോക്ടർമാർ അടക്കം തെരുവിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച ഉണ്ടായി. അതിനുശേഷവും മമതാ സർക്കാർ ഈ വിഷയത്തിൽ വലിയ പ്രതിരോധത്തിലാകുന്നു. പ്രതികളെ സംരക്ഷിക്കാൻ, അതായത് മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളാണ് എന്ന് കുടുംബമടക്കം ആരോപിച്ചിട്ടും അവരെല്ലാം സംരക്ഷിക്കുന്ന തരത്തിലേക്ക് മമതാ സർക്കാർ പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഈ വിധി വരുമ്പോഴും CBIക്കടക്കം ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ പ്രതികൾക്ക് കൃത്യമായ ഒരു ശിക്ഷ വിധിക്കുന്നതിന് വേണ്ടി ആ കുറ്റകൃത്യം തെളിയിക്കുന്നതിന് വേണ്ടി CBIക്ക് കഴിഞ്ഞില്ല എന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. കാവ്യ. ശരി, സ്വാതിയാണ് സമഗ്രമായ റിപ്പോർട്ട് നൽകിയത്.